ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് പോയി, കല്യാണം കണ്ട് ഭക്ഷണമെല്ലാം കഴിച്ച് പിന്നെ സ്കൂൾ കലോത്സവം കാണാൻ പോയി. കലോത്സവത്തിന് കണ്ടത് വഞ്ചിപ്പാട്ടാണ്. അത് കഴിഞ്ഞ് വീട്ടിലെത്തി. രാവിലെ കുറച്ച് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിരിയമുളക് പൊടിയും മല്ലിപ്പൊടിയും പൊടികൾ നമുക്ക് എത്ര വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് കൂടുതലായോ കുറവായോ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കടലേരെ മേലെ വെള്ളം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ച് അടച്ച് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുന്ന സമയത്ത് തീ കുറച്ച് വെച്ച് 3-4 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ കടല നല്ല പോലെ വെന്ത് കിട്ടും. ഇനി കടല വെന്ത് വരുമ്പോഴത്തേക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പം 2 വറ്റൽമുളകും, ഇനി കുറച്ച് ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക്, ഒരു 5-10 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ക്യാപ്സിക്കം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളി നമുക്ക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഈ വെജിറ്റബിൾ മസാല ചേർത്ത് കഴിഞ്ഞാൽ. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ കടല ഫ്രൈ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ചായക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. രാത്രി ഡിന്നറായിട്ടൊക്കെ ഇത് കഴിക്കാം. ഇത് മതി. കടല ഇഷ്ടമുള്ളവർക്കെല്ലാം ഇത് മതി രാത്രി ഭക്ഷണം. മസാല നല്ലപോലെ മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മസാലയൊക്കെ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. കുറവ് വേണ്ടവയ്ക്ക് കുറവ് ചേർക്കുക. കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും ചേർത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുത്താൽ തേങ്ങ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഡിന്നറായോ ബ്രേക്ക്ഫാസ്റ്റായോ ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. Thank you for watching.